നമസ്കാരം. വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയിൽ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ശുചിത്വപാത സുന്ദരപാത പ്രോജക്ടിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ഞാറക്കൽ ആശുപത്രിപ്പടി ജംഗ്ഷനിൽ വെച്ച് നടന്നു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു കോലഞ്ചേരി യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സാജിദ് പദ്ധതിയുടെ വിശദീകരണം നടത്തി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി S, ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ ധന്യ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആതിര സുധാകരൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വപാത സുന്ദരപാത എന്ന വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാത്രം അവർ രൂപം നൽകിയ മഹത്തായ ഒരാശയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പദ്ധതിക്ക് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ശുചിത്വപാത സുന്ദരപാത. ഈ പദ്ധതി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ ജനപ്രതിനിധികളുടെയും നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന നിലയിൽ വിവിധ മേഖലകളിൽ നിന്നും ഇവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ആദ്യമേ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മഹത്തായ ഒരാശയമാണ് ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന പദ്ധതി. ശുചിത്വ കേരളം സുന്ദര കേരളം എന്നുള്ള ആശയം അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്ത കേരളം എന്നുള്ളത്. ആ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന പദ്ധതിയാണ്. കേരളത്തിന്റെ 590 കിലോമീറ്റർ നമ്മൾ ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിമുക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയും നമ്മൾ തുടക്കം കുറിക്കുകയുണ്ടായി. അതെല്ലാം ശുചിത്വ കേരളം സുന്ദര കേരളം എന്നുള്ള മഹത്തായ ആശയത്തെ കൂടുതൽ പ്രോജ്വലിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതികളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് തനതായി തങ്ങൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മനോഹരമായ വൈപ്പിൻ പള്ളിപ്പുറം പാതയുടെ ഇരുവശങ്ങളിലും അതിനെ സുന്ദരമാക്കാനും നല്ല നയനമനോഹരമായ കാഴ്ചയുള്ള പ്രദേശങ്ങളായി നമ്മുടെ മനസ്സിനും കണ്ണുകൾക്കും കുളിർമ നൽകുന്ന മഹത്തായൊരു പദ്ധതിയായി ഇത് മാറണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവിടെ തുടക്കം കുറിക്കുന്നു. തീർച്ചയായും ഇത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ വൈപ്പിങ്കര ഏതാണ്ട് 25 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഒരു കരയാണെങ്കിലും തൊട്ടപ്പുറത്തെ കടമക്കുടിയും മുളവുകാടും ചേർന്ന മനോഹരമായ ഒരു ഭൂമികയാണ് പ്രകൃതിയാൽ തന്നെ എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിനെ സഞ്ചാരികൾക്ക് ആകർഷിക്കാനും നമ്മുടെ വരുമാനത്തിനും എല്ലാം വർധനവ് വരുത്താനും ഒരുപാട് ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാക്കി മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇവിടെ താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് ആ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വൈപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപകടങ്ങൾ കുറക്കാനെന്നുള്ള നിലയിലാണെങ്കിലും ഇപ്പോൾ നിർമ്മാണത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വൈപ്പിനിൽ നിന്നും പള്ളിപ്പുറം വരെയുള്ള 38 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ തെരുവുകൾ വൃത്തിയാക്കിക്കൊണ്ടും നടപ്പാതകൾ സൃഷ്ടിച്ചുകൊണ്ടും ഇനി മനോഹരമായ വൈദ്യുത അലങ്കാരങ്ങളും ഏതാണ്ട് 15-18ഓളം വരുന്ന ബസ് ബേകളും ജംഗ്ഷൻ വൈഡനിങ്ങുകളും ഉൾപ്പെടെയുള്ള മനോഹരമായ വേദിയായി ഈ വൈപ്പിങ്കര മാറുന്നത്. ഇതുപോലെ കേരളത്തിന്റെ മറ്റൊരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ ഇതേ സമയം ASDP എന്ന് പറയുന്ന ഈ പദ്ധതി ഏജൻസിയുടെ പദ്ധതി നടപ്പാക്കുന്നത്. ഈ 140 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് നമ്മുടെ ഈ വൈപ്പിൻ മണ്ഡലത്തിൽ നടക്കുന്ന ഈ മനോഹരമായ നിർമ്മാണ പ്രവർത്തനം. അധികം വൈകാതെ തന്നെ തീർച്ചയായും ഇത് മുനമ്പം വരെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തീകരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമായി
വ്യക്തിപരമായി അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരു ദിവസവും. നമ്മള് ജനപ്രതിനിധികൾ എന്നുള്ള രൂപത്തിലും വ്യക്തികൾ എന്നുള്ള രൂപത്തിലും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കണം എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവര് പകർന്നതായിരിക്കും, മാതൃകകളായിരിക്കും. അത് നമ്മൾ തുടരുക തന്നെ വേണം. പക്ഷെ അതോടൊപ്പം നമുക്ക് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ നാടിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്ന ഒരു ചർച്ച എല്ലാവരുടെയും മനസ്സിനകത്ത് ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇങ്ങനെ ഈ ഒരു പദ്ധതി, ശുചിത്വപാത സുന്ദരപാത എന്ന് പറയുന്ന ഒരു പദ്ധതി വരുന്നത് തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഇടപെടലിന്റെ ഫലമായിട്ടാണ്. കാരണം നമ്മൾ ഇപ്പൊ ഇവിടെ MLA പറഞ്ഞല്ലോ, ഈ KSTP പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ റോഡിന് ഇരുവശവും കാണകളും നടപ്പാതകളും വരികയാണ്. അപ്പൊ അത് വൈപ്പിൻകരയുടെ ചരിത്രത്തിലൊരു ആദ്യത്തെ സംഭവമാണ്, എവിടെയും ഇല്ല ഒന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ ഭാഗമായിട്ട് KSTP പ്രൊജക്ടിന്റെ ഭാഗമായി കുറെ കൈവരികൾ വെക്കുന്നുണ്ട്. അപ്പൊ ഈ കൈവരികളിൽ എങ്ങനെ ഈ നടപ്പാതയും ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ടിന് രൂപം കൊടുക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഇതുപോലുള്ള കുറെ പ്രൊജക്ടുകൾ ഈ 3 വർഷക്കാലത്തിനിടയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോ ഇവിടെ CDP ഇരിക്കുന്നുണ്ട്. അപ്പൊ ഭിന്നശേഷി കലോത്സവം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങള് തീരത്തിനൊരു ജൈവവലയം എന്ന് പറഞ്ഞ് കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. ഇങ്ങനെ നമ്മള് സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ ഇതുവരെ ആരും ചെയ്യാത്തതും എന്നാൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ കഴിയും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് ഈ ഒരു പ്രൊജക്ടിലേക്ക് വന്നത്. വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയുടെ ഇരുഭാഗത്ത് സ്ഥാപിക്കുന്ന കൈവരികളിൽ പൂച്ചെടികൾ സ്ഥാപിച്ചുകൊണ്ടും ശുചിത്വ ബോധവൽക്കരണമുണർത്തുന്ന ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടും പ്ലാസ്റ്റിക് കുപ്പികളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടി വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ഈ പദ്ധതി സംസ്ഥാന പാതയുടെ ഇരുഭാഗത്തുമുള്ള വിവിധ സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും വിവിധ തൊഴിലാളി സംഘടനകളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും സഹകരണത്തോടുകൂടിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു. വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയിലുടനീളം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഞാറക്കൽ ആശുപത്രിപ്പടിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ചടങ്ങിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG ഡോണോ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുബോധ ഷാജി, EK ജയൻ, ജിജി വിൻസെന്റ്, ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെറിയാൻ വാളൂരാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഗസ്റ്റിൻ മണ്ടോത്ത്, EP ഷിബു, ഷിൽഡ റിബേറോ, സുജ വിനോദ്, ഷെന്നി ഫ്രാൻസിസ്, ട്രീസ ക്ലീറ്റസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീദേവി K നമ്പൂതിരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഞാറക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വ്യാപാരി വ്യവസായികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം നിരവധി പേരാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്.